വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ന്യൂസ് ട്രെൻഡ്സ്. സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാർ എന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സരിത്തിന്റെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് പങ്കുണ്ട്. അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് MR അജിത് കുമാറാണ്. എന്തു പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത്ത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നു. 2022 ജൂൺ 8 തന്നെ പിടിച്ചുകൊണ്ടുപോയ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഉപദ്രവിച്ചത്. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തിയെന്നും ഇഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയും സഹോദരിയും കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും സരിത്ത് വെളിപ്പെടുത്തുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഞാൻ നിങ്ങളെ വിളിക്കാനിടയായ സാഹചര്യം ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട അല്ലെങ്കിൽ അന്നത്തെ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ദല്ലാളായി ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഷാജ് കിരൺ ഞങ്ങളോടൊരു വെളിപ്പെടുത്തൽ നടത്തി. അതിൽ ഈ MR അജിത് കുമാറും ഷാജ് കിരണും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും അങ്ങനെ MR അജിത് കുമാർ ഷാജ് കിരൺ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മൂവ്മെന്റ്സ് എന്താണ്? പാലക്കാട് HRDS നിങ്ങളുണ്ട്, അവിടേക്ക് നിങ്ങളെ കാണാൻ ശാസ്ത്രൻ വരികയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ശാസ്ത്രത്തിന് അറിയത്തില്ല നമ്മൾ സ്വപ്ന സുരേഷ് 164 കൊടുക്കാൻ പോകുന്നു എന്ന് ശാസ്ത്രത്തിന് അറിയത്തില്ലായിരുന്നു. ഇല്ല, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം, അതായത് നിങ്ങളെ അവിടെ നിന്ന് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് ഗൂൺസ് ആയിരുന്നു അത്. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു പ്രതികരണം, വ്യക്തമായ ഒരു പ്രതികരണം ആളുകൾക്ക് മുമ്പിൽ അല്ലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ എടുത്തു ചോദിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ സംഭവിച്ചത്? ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് ഞാൻ താങ്കളടുത്ത് പറയാം. അതായത് നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു രാവിലെ നമ്മുടെ ഓഫീസിൽ ഇറങ്ങാൻ പോയ സമയത്ത് അപ്പൊ സ്വപ്ന ഓഫീസിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് ആക്ച്വലി അത് കുറച്ച് തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കുമായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരി പോയതിനു ശേഷം വന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ബെല്ലടിച്ചു. അപ്പൊ ഞാൻ തുറന്നപ്പോഴത്തേക്കും ഒരു 4-5 ആൾക്കാരുണ്ടായിരുന്നു. അവരെന്റെ ചോദിച്ചു സ്ഥലത്താണോ? ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്ഥലത്താണ്. സ്ഥലത്തെ ഫോൺ എന്തെങ്കിലും ചോദിച്ചു. അപ്പം ആക്ച്വലി ഇത് നമുക്കൊരു ഷോക്കല്ലോ, ഒരു പെട്ടെന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ ഫ്ലാറ്റിൽ ചോദിക്കുന്നത് സ്ഥലത്താണോ? അപ്പം ഞാൻ പറഞ്ഞ ആ സ്ഥലത്താണ്. പക്ഷെ ഫോണും ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ സ്ഥലത്താണെന്ന് പറഞ്ഞു തീർന്ന മുന്നേ ഒരു 4-5 ആൾക്കാർ എന്നെ പിടിച്ച് വലിക്കുകയാണ്. പിടിച്ച് വലിക്കാൻ എനിക്ക് ഭയങ്കര കമ്പൽസറി ആയിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ച് ബലപ്രയോഗം നടന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു 4-5 ആൾക്കാർ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്ന് എന്റെ ഫോൺ എന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചങ്ങ് എടുത്തു. എന്നെ ഒരു സ്വിഫ്റ്റ് കാറിൽ കൊണ്ട് കയറ്റുവാണ്. അപ്പൊ അവിടുന്ന് ആ സമയത്ത് ആ ഫ്ലാറ്റിൽ കുറെ ബോളം ഉണ്ടാവുന്നു. അപ്പം നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ 2-3 ആൾക്കാർ ഇറങ്ങി നോക്കുവാണ്. ഭയങ്കര ബോളം കേൾക്കുന്ന ആൾക്കാർ നോക്കുകയാണ്. അപ്പൊ ഇവരെ ഈ വന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ബലപ്രയോഗം നടത്തി എന്നെ ഒരു വണ്ടി കയറ്റുന്നു, എന്റെ ഫോൺ പിടിച്ചു മേടിക്കുന്നു. അങ്ങനെ ഭയങ്കര എന്നെ വണ്ടിക്ക് ഒരു സ്വിഫ്റ്റ് കാറില് സ്വിഫ്റ്റ് ഡിസയർ ആണെന്ന് തോന്നുന്നു, സ്വിഫ്റ്റ് ഐ ഡോണ്ട് റിമെമ്പർ, ഫ്രണ്ട് മാത്രം നീ കാണുമായിരുന്നു. ആ വണ്ടിക്കകത്ത് കയറ്റുന്നു. അവർ ഈ പാലക്കാട് സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങുവാണ്. അവർക്ക് എപ്പം പോകുമ്പോൾ എനിക്കറിയാം ഞാൻ നടുക്കിയിരിക്കുന്നു, ബാക്കി ആൾക്കാർ ബാക്കിയിരിക്കുന്നു, ഫ്രണ്ടിലെ ആൾക്കാരിരിക്കുന്നു. എന്റെ ഫോൺ പിടിച്ചു വയ്ക്കുന്നു. അവർ ഫോണിൽ ആഴത്തേക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഈ എനിക്ക് പാലക്കാട് സിറ്റി ഒരു 2-3 ആഴ്ചയായിട്ട് അറിയാം. ഓക്കെ. അവര് നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ 3-4 പ്രാവശ്യത്തിന് ഓടുകയാണ്. എങ്ങോട്ട് പോകുന്നു അറിയാൻ പാടില്ല അവർക്ക്. അവരിങ്ങനെ കുറെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കുറെ കഴിഞ്ഞപ്പോ അവർക്ക് ഫോൺ കോൾ വന്നു. അപ്പം എന്നെ നോക്കിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ആള് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് സ്ഥലത്ത് പോകാൻ കേട്ടോ. സ്ഥലത്തിന്റെ ഫോണിന്റെ പാസ്വേഡൊക്കെ അറിയാലോ, ഞാൻ ഉപയോഗിക്കുന്ന ഫോണിലെ പാസ്വേഡ് എനിക്കറിയാം എന്നും പറഞ്ഞ് എന്നെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് കയറ്റുക. അപ്പൊ ഇതാരാന്ന് നിങ്ങൾ ചോദിച്ചില്ല? ഞാൻ നിങ്ങൾ ആരാണ്? അത് പറയാം നമുക്ക്. അപ്പൊ എന്തെന്ന് ഞാൻ പറയാം, നമ്മൾ ആരാണെന്ന് പറയാം. അപ്പൊ പോകുന്ന വഴിക്ക് എന്നോട് ചോദിക്കുന്നതാണ്, സ്വപ്ന സുരേഷ് ഇന്നലെ 164 കൊടുത്തല്ലോ, എന്തൊക്കെയാ കൊടുത്തത്, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെന്നൊക്കെ ചോദിച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരാന്ന് അറിയത്തില്ല.
ആ വണ്ടിക്കകത്ത് നിന്ന് ഭയങ്കര ബലപ്രയോഗം നടത്തുക. എന്റെ കൈ പിടിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് കുറെ അറിയാലോ നമുക്ക് ബലപ്രയോഗം നടത്തുന്നത്. മനസ്സിലായി. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ യഥാർത്ഥത്തിൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയതിന്റെ ഉദ്ദേശം സ്വപ്ന രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നതാണ്. അപ്പൊ എന്നെ ചോദിക്കുന്നു സ്ഥലത്തിന്റെ ഫോണിന്റെ പാസ്വേഡ് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയത്തില്ല, ഞാൻ എന്റെ ഫോണിന്റെ പാസ്വേഡ് പറയത്തില്ല, നിങ്ങൾ എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താ ഭാഷ പോകുന്നവർക്ക് ചോദിക്കുക. സ്വപ്ന ഇന്നലെ 164 കൊടുത്തില്ല, അതിൽ ആരൊക്കെയാണ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് കൊടുത്തത്, ആരുടെ പേരാണ് പറഞ്ഞത്? അപ്പൊ ഞാൻ ക്ലിയർലി ഞാൻ 164 കൊടുത്തത് സ്വപ്നയാണ്, എനിക്കറിയത്തില്ല പുള്ളിക്കാരി എന്താണ് അകത്ത് പോയി പറയുന്നുള്ളത്. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം വക്കീലുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് ഇത് മാത്രം അറിയത്തില്ല. ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ കുറെ ചുറ്റി നടന്നതിന് ഒരു ബിൽഡിംഗിൽ കൊണ്ട് കയറ്റി തന്നെ, ഒരു ബിൽഡിംഗിൽ കൊണ്ട് കയറ്റി ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയിട്ട് പോവുക. പിന്നെ അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോഴത്തെ കുറെ ടാഗ് ഇട്ടിട്ട് ആൾക്കാർ വന്നു, കേരള പോലീസിന് ടാഗ് ഇട്ട ആൾക്കാർ വന്നിട്ട് ഇത് നമ്മുടെ കേരള പോലീസാണ്, നമ്മുടെ വിജിലൻസ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കേരള പോലീസിനെ അറിയാം, വിജിലൻസ് അറിയാം, എനിക്ക് അതിലൊന്നും കേസില്ല, എനിക്ക് മറ്റേ ഈ സ്വർണ്ണക്കടത്ത് കേസില് നാഷണൽ ഏജൻസി കേസുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യൂ, എന്നിട്ട് കുറച്ച് ഒരു വെള്ള പേപ്പർ എന്റെ കൊണ്ടുവന്നിട്ട് പറയുക, നിങ്ങൾ ഇതിൽ എഴുതും നിങ്ങളുടെ ഫോണ് വിജിലൻസ് മേടിച്ചു വെക്കുകയാണ്, വിജിലൻസ് ആണ് നിങ്ങളെ കൊണ്ടുവന്നത്, ഈ സമൻസിൽ ഒപ്പിടൂ. അപ്പൊ ഒരു സമൻസ് ഒരു ഇന്നത്തെ എന്നെ കൊണ്ടുപോയ ഡേറ്റിലെ സമൻസ് കാണിച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ ഒപ്പിടത്തില്ല, ഈ വെള്ള പേപ്പറിൽ ഞാൻ ഒപ്പിടത്തില്ല, കാരണം എന്നെ കൊണ്ടുവന്നായിരുന്നു എനിക്ക് അറിയത്തില്ല. അതായത് ഈ 2022 ജൂൺ 8 കാര്യമാണ് പറയുന്നത്. ജൂൺ 8 എനിക്ക് ഓർമ്മ, 2022 എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ജൂൺ 8 അന്നത്തെ സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഷാക്കിരനും MR അജിത്കുമാറും തമ്മിൽ സംസാരിച്ച അന്നത്തെ. അതെ. അപ്പൊ എന്റെ വെള്ള പേപ്പർ ഇതിൽ ഒപ്പിടില്ല, നിങ്ങളുടെ കൈവശത്തിൽ എഴുതും, നിങ്ങളുടെ മൊബൈല് വിജിലൻസിന് സബ്മിറ്റ് ചെയ്യുകയാണ് എന്ന് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇന്നലെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ എന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് കേസില്ല, എനിക്ക് കേരള പോലീസിലും എനിക്ക് വിജിലൻസിലും എന്റെ കേസില്ല. അപ്പൊ എന്തിനാണ് നിങ്ങൾ അപ്പം ഇതിപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു മാനിപ്പുലേഷൻ കാര്യങ്ങളും നടക്കുന്നതാണുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടുന്ന് റിലീസ് ആകുന്നത് എന്ത് പറഞ്ഞാണ് നിങ്ങളെ പിന്നീട് അവിടുന്ന് വിട്ടയക്കുന്നത്? റിലീസ് ആവുന്നത് എനിക്ക് വെളിയിൽ നിന്നൊക്കെ അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എന്റെ വെളിയിൽ കാണിച്ചിരിക്കേണ്ട കുറെ പത്രക്കാർ വെളിയിൽ നിൽപ്പുണ്ട്. അവർ നിങ്ങളെ കാത്താണ് പത്രക്കാരെല്ലാം വെളിയിൽ നിൽക്കുന്നത്. നിങ്ങൾ വെളിയിൽ പോകുമ്പോഴത്തേക്കും പ്രതികരിക്കരുത്, നിങ്ങളുടെ HRDS നിങ്ങളുടെ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയിൽ നിങ്ങൾ കയറുക, മിണ്ടാണ്ട് പോവുക, പ്രതികരിക്കുക, ഒന്നും നിൽക്കരുത്. ഇത്രയാണ് പറഞ്ഞത്. ഇത്രയാണ് എന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത്, ഈ MR അജിത്കുമാർ വിജിലൻസ് തലപ്പത്ത് നിന്ന് പെട്ടെന്ന് ഈ ഷാസ് കിരണുമായി ഈ വിവാദങ്ങൾക്കിടയിൽ സംസാരിച്ചു എന്ന പേരിൽ അടക്കം അച്ചടക്ക നടപടി നേരിട്ടാണ് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്. പിന്നീട് മാസങ്ങൾക്കിപ്പുറം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലെ നിർണായകമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. അപ്പോൾ ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നതിന് കാരണമായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ചില വിവരങ്ങൾ MR അജിത്കുമാറിന്റെ പക്കലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ കാരണം അറിയാമോ, എനിക്കറിയത്തില്ല എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന വിജിലൻസ് ആണോ അതോ പോലീസാണോ അതോ ഗുണ്ടകളാണോ എനിക്കറിയത്തില്ല. ഒരു പറ്റം ആൾക്കാർ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഞാൻ റിലീസ് ഞാൻ ബിൽഡിങ്ങിന്റെ വെളിയിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ കേരള പോലീസിനൊക്കെ കുറെ എംപ്ലോയ് ഉണ്ട്, മാധ്യമക്കാരെല്ലാം പുറത്തു നിൽപ്പുണ്ട്. ഓക്കെ, ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഇവിടെ നിന്ന്, അതായത് ഈ സ്വപ്നയും കുടുംബവും ഈ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന കേസ് വരുന്നു, വലിയ തരത്തിൽ വാർത്തയാകുന്നു. അതിൽ തൊട്ട് പിന്നാലെ സരിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അല്ലെ? അങ്ങനെയല്ലേ? അതിനെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് ലോക്ക്ഡൌൺ സമയത്ത് എങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നൊരു ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. അതിനെ ആരാണ് ഇവരെ സഹായിച്ചത്? അത് നിങ്ങൾക്ക് ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമില്ല. കാരണം എന്താ പറയുമ്പോൾ ഞാൻ ആ സമയത്ത് കസ്റ്റഡിയിൽ പോകുന്നു, കസ്റ്റംസ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കസ്റ്റഡി ഇരുന്നപ്പോഴാണ് അറിയുന്നത്. സന്ദീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പ്രസിഡന്റ് സന്ദീപ് എസ് നായർ, അതെ പുള്ളി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ മൊബൈലിൽ ശിവശങ്കർ എന്ന് നമ്മുടെ ശിവശങ്കർ അറിയാലോ, ആ സമയത്ത്
മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പുള്ളിക്കാരൻ സന്ദീപിന്റെ ഫോണിൽ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ശിവശങ്കർ സാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങളോട്? ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞത് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ എം ആർ അജിത് കുമാർ. അജിത് കുമാർ സാർ ആ സമയത്ത് ADGP ഇതായിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് ആയ സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ. ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങൾ സഹായിച്ചോളും എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിന്റെ കൊണ്ട് ഞാൻ എല്ലാം സോൾവ് ചെയ്ത് പറഞ്ഞോളാം. ഓക്കെ എന്നായിരുന്നു എം ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതെ അതെ അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി. അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം. നിങ്ങൾ ഈ പോകുന്ന വഴി നിങ്ങളല്ല, സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ട് വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളൂ. നിങ്ങളൊരു വക്കീലുണ്ട്. ആ സമയത്തിന് വക്കീലുണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കി കിട്ടുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബലല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം ഇവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ. അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീല് കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയി. ഇല്ല. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ. പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപിട്ട് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോവാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഈ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച പോലെ ശരത്ത് പൂജപ്പുര ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടന്നു. അവിടെ ശരത്തിനൊപ്പം സന്ദീപ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചനകൾ സന്ദീപ് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അതെ, സന്ദീപ് നമ്മുടെ ഒരു കസ്റ്റഡിയാണ്. സന്ദീപ് ഞാനും കൂടെ പൂജപ്പുര സെൻട്രൽ ജയിലിലും ഈ ഒരു ഹൈ സെക്യൂരിറ്റി ജയിലിലും സന്ദീപ് ഞാനെല്ലാം ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? സന്ദീപ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ദീപ് എന്താണ് പറഞ്ഞത്? എം ആർ അജിത് കുമാറും അല്ലല്ല, ശിവശങ്കർ സാറ് സന്ദീപിന്റെ ഫോൺ വിളിച്ച് ഇൻസ്ട്രക്ട് ചെയ്യുന്ന അജിത് സാറ് പറഞ്ഞ റൂട്ടിൽ പോവാവൂ. അജിത്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന റൂട്ടിൽ മാത്രം നിങ്ങൾ പോവാവൂ. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അതെ, ഇതാണ് സന്ദീപിനോട് ശിവശങ്കർ പറഞ്ഞത്. ഈ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അവിടെ വെച്ച് മാപ്പ് സാക്ഷിയാകുകയാണ്. ഈ സന്ദീപ് മാപ്പ് സാക്ഷിയാകുന്ന ഒരു സാഹചര്യം പിന്നീട് ഉണ്ടായിരുന്നു. നിങ്ങളോട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ പലതവണ നിങ്ങളെ ചോദ്യം ചെയ്തു, നടപടികളിലേക്ക് കടക്കുന്നു. പക്ഷേ ആ മാപ്പ് സാക്ഷിയാക്കണമോ എന്ന തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ മാപ്പ് സാക്ഷി ആക്കണമെന്നുള്ളതല്ല. ഇത് സന്ദീപ് ആക്ച്വലി അവിടുന്ന് മാപ്പ് സാക്ഷി എന്നേടെ മാപ്പ് സാക്ഷി ആയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ. അതെ, അവിടെ വെച്ച് സന്ദീപ് ആക്ച്വലി മാപ്പ് സാക്ഷി ആയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം പിന്നെ ട്രിവാൻഡ്രം പൂജപ്പുറ സെന്ററിൽ വന്നതിന് ശേഷം സന്ദീപ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം സന്ദീപിന് ഭയങ്കര ഫേവറബിൾ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഈ പൂജപ്പുരയില് പൂജപ്പുര സെൻട്രൽ ജയിലിൽ. അപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് സന്ദീപ് ഇഡിക്കെതിരെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇഡി സന്ദീപിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തു, ടോർച്ചർ ചെയ്യുന്നു. അതെ അതെ, അങ്ങനെ ഒരു ലെറ്റർ സന്ദീപ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്ദീപ് വേണ്ടത് പറയണ്ട, എടാ ഇതേപോലെ പറയാം, എടാ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കൊടുത്ത ലെറ്റർ പോലെ നീ കൊടുക്ക്. അതായത് ഇഡിയും ബാക്കി സ്വപ്നയും കാര്യങ്ങളെല്ലാം നിന്നെ പ്രഷർ ചെയ്യുന്നു, ഗവൺമെന്റിനെതിരെ എന്തെങ്കിലുമൊക്കെ നീയും എന്തെങ്കിലുമൊക്കെ പറയും. അതായത് ഇഡി അതിനുവേണ്ടി നിങ്ങളെ വലിച്ചിഴക്കുകയാണ് എന്ന് പറയാൻ പറഞ്ഞു. സന്ദീപ് നിങ്ങളോട് പറയുകയാണ്. എക്സാക്ട്ലി, കറക്റ്റ്. സന്ദീപ് അത്തരം ഒരു ലെറ്റർ കൈമാറുകയും ചെയ്തു. സന്ദീപ് ഓൾറെഡി കൊടുത്തായിരുന്നു. അപ്പൊ സന്ദീപ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ മറ്റേ അവിടുത്തെ സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും കാര്യങ്ങളെല്ലാം സന്ദീപിന് സപ്പോർട്ട്. അപ്പൊ സന്ദീപ് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ അവര് പറയുമ്പോൾ ലെറ്റർ കൊടുത്തതിനാൽ നിനക്ക് ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഫുൾ ഫെസിലിറ്റി നിനക്ക് കിട്ടും. ഞാനിവിടെ എനിക്കിവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയല്ലേ, അതേപോലെ നിനക്കവിടെ ഫുൾ ഫെസിലിറ്റി കിട്ടും. അതേപോലെ നിന്നെ ഏതെങ്കിലും ഒരു കേസിൽ അപ്പൂർവം കൂടെ ആക്കാം. അതായത് നിങ്ങളെ മാപ്പസാക്ഷിയാക്കി സേഫ് ആക്കാമെന്ന് സന്ദീപ് നിങ്ങളോട് പറയാം. എക്സാക്ട്ലി, കറക്റ്റ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരു നിർദ്ദേശം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ എന്തോ പ്രതികരണമാണ് നടത്തിയത്? എന്റെ പൊന്നടിയ, സത്യമുള്ളേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ശരിയെന്ന്, പിന്നെ തിരിച്ച് വെളിയിറങ്ങി നമ്മൾ ഇത് ഖേദിക്കണ്ടേ? ചെയ്തത് അതേപോലെ പറയും, എന്താണ് ചെയ്തത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ആക്ച്വലി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴത്തേക്കും സൂപ്രണ്ടും അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടും എന്റെ അടുത്തൊന്ന് എന്നെ നേരിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ സന്ദീപ് കൊടുത്ത പോലെ ലെറ്റർ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയും നിന്റെ ചേച്ചിയും എല്ലാം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും, അവരെയും കുറെ കേസിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതെ അതെ, ഇതിനെതിരെ ഞാനവിടെ എന്നെ കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ അവരതിനെ കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതായത് അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എന്റെ കൂടെ കിടക്കുന്ന ആൾക്കാരും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ മീൻസ് അവരെ സിഗരറ്റോ കാര്യങ്ങളും ഉപയോഗിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു എന്തൊക്കെയോ കുറെ വീഡിയോയും കാര്യങ്ങളും കോടതിയിലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കോടതി ഞാൻ പറഞ്ഞു കോടതി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ എന്തെങ്കിലും സിഗരറ്റോ എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബഹുമാനത്തെ കോടതിയിൽ ഞാൻ തയ്യാറാണ് എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ബ്ലഡിൽ എന്തെങ്കിലും ഇത് കാണുമല്ലോ ചെയ്യാനായിട്ട്. അങ്ങനെ കോടതി നമുക്ക് എനിക്ക് മനസ്സിലായി. ഞാൻ എനിക്ക് വ്യക്തമായിട്ട് ഒരു ഒറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം ഞാൻ അതാണ് അവസാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എം.ആർ. അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റി ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ക്രമസമാധാന ചുമതലയിലെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലേക്ക് തിരികെ വന്നതിന് പിന്നിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് പറയപ്പെടുന്ന സഹായം, അല്ലെങ്കിൽ എം ശിവശങ്കറിന് ചെയ്തു നൽകി എന്ന് പറയപ്പെടുന്ന സഹായം ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ആ കേസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ അച്ചടക്ക നടപടി നേരിട്ടിട്ടും ഇങ്ങനെ ഒരു പദവിയിലേക്ക് തിരികെ എത്താൻ കാരണമായത് ആ സമയത്ത് എം ശിവശങ്കറിനെ അദ്ദേഹം സഹായിച്ചതിന്റെ പേരിലാണോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓ മൈ ഗോഡ്, അത് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നില്ലയോ പച്ച രഹസ്യം എന്ന് പറയുമ്പോൾ അത് കറക്റ്റാണത് കാര്യങ്ങള്. പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ഒരു വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതുമായി ഒരു നിയമപരമായി നിങ്ങൾ മുമ്പോട്ട് നീങ്ങാതിരുന്നതിന്റെ കാരണം വ്യക്തിപരമായ കാരണമാണോ അതോ ഭയപ്പെട്ടിട്ടാണോ, അങ്ങനെ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണം കൊണ്ടാണോ? ഇല്ല, ഭയപ്പെട്ടതൊന്നുമല്ല. എം.ആർ. അജിത് കുമാർ എന്ന പുള്ളി ഈസ് എ വെരി പവർഫുൾ പേഴ്സൺ. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒരുപാട് സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ട് ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ മുഖ്യമന്ത്രിയെയോ ആഭ്യന്തര വകുപ്പിനെയോ ഒരു ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അജിത് കുമാറിന്റെ പക്കലുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ സമയത്തെ സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ? എനിക്ക് മനസ്സിലാവും. ഒന്നുകൂടെ പറയാം, എനിക്ക് എന്റെ കൺഫ്യൂഷൻ ആയി ഒന്ന് പറയാമോ, ക്ലിയർ? അതായത് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ
ഹോം ഡിപ്പാർട്ട്മെന്റിനെയോ ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ എം.ആർ. അജിത് കുമാറിന്റെ കൈവശമുണ്ട്. അത് പേടിച്ചിട്ടാണ്, അത് സമ്മർദ്ദത്തിലാക്കുമോ ഗവൺമെന്റിനെ എന്നുള്ള പേടി കാരണമാണ് അജിത് കുമാറിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ട് നടപടിയെടുക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, അതിൽ ആക്ച്വലി ഞാൻ പറയാമല്ലോ, ഇതിനേക്കാൾ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു നമ്മുടെ ശിവശങ്കർ സാറ്. എം.ആർ. അജിത് കുമാറിനേക്കാൾ ഏറ്റവും വലിയ വിശ്വസ്തന ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് കേരള ഗവൺമെന്റിലെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കർ സാറ്. പുള്ളിക്കെതിരെ നമ്മൾ പറഞ്ഞു, പുള്ളിക്കെതിരെ കുറച്ച് കേസെടുത്തു, ഒന്നും ആയിട്ടില്ല. അപ്പം പുള്ളി ഇപ്പോഴും അവിടുത്തെ ഇപ്പോഴും പുള്ളിക്ക് എന്തോ ഹിഡൻ ഹാൻഡ്സ് ഉണ്ട് കേരള ഗവൺമെന്റിൽ ഏറ്റവും വലിയ ശക്തനായ നിൽക്കുന്നത്. അധികാരത്തിലില്ലെങ്കിലും അല്ലെങ്കിൽ സ്ഥാനത്തില്ലെങ്കിലും ഏറ്റവും വലിയ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയത് ഒരു 2-3 മാസം മുന്നേ പുള്ളിക്ക് മെഡിക്കൽ 2 ലക്ഷം രൂപ എന്തോ ഗവൺമെന്റ് അലോ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അതായത് അദ്ദേഹം ഗവൺമെന്റ് കൃത്യമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല നിങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെപ്പോലും സാധാരണക്കാര് ഈ എന്ത് പറയാൻ അജിത് കുമാറിനെ വെച്ചാൽ പുള്ളിയാര് നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശിവശങ്കർ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം കേൾക്കുന്നത് ശാസ്കിരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ടില്ലേ? പിന്നെ ഇതിന്റെ അപ്പുറം ഞാൻ ആരടുത്താണ് പോയി പറയേണ്ടത്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സരിത്ത് ന്യൂസ് 18നോട് നൽകുന്നത്. സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ അന്ന് റൂട്ട് പറഞ്ഞു കൊടുത്തത് എം.ആർ. അജിത് കുമാർ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിന്റെ നിർണായക വെളിപ്പെടുത്തലാണത്. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് എം.ആർ. അജിത് കുമാർ ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു, തറപ്പിച്ചു പറയുന്നു സരിത്ത്. എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത് കുമാർ സഹായിക്കുമെന്ന് എം. ശിവശങ്കർ അറിയിച്ചിരുന്നു എന്നും പറയുന്നു.